വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ രാഷ്ട്രീയ കേരളം നാളെ പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2.71 കോടി വോട്ടർമാരാണ് ഇത്തവണ ജനവിധി എഴുതുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ആവേശത്തിരയിളക്കിയ പ്രചാരണത്തിന് ശേഷം മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും നിശബ്ദ പ്രചാരണത്തിലായിരുന്നു ഇന്ന്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനുവും കൊച്ചിയിൽ നിന്നും സെയ്ഫുന്നിസയും കോഴിക്കോട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരിയുമാണ് ചേരുന്നത്. ഓരോരോ മേഖലകളായിട്ട് നമുക്ക് പരിശോധിക്കാം ഈ ഒരു സമയത്ത്. VS അനുവിലേക്ക് തന്നെ ആദ്യം പോകാം. അനു, എന്തായാലും ഒരു മാസം നീണ്ടു നിന്ന വലിയ പ്രചാരണങ്ങൾക്കൊക്കെ ഒടുവിൽ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. ഇന്നലെ നമ്മൾ കൊട്ടിക്കലാശം ഒക്കെ കണ്ടതാണ്, എത്രമാത്രം ആവേശകരം ആയിരുന്നു എന്നുള്ളത്. ഇനി നാളെ വോട്ടെടുപ്പാണ്. പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളാകെ ഒഴുകിയെത്തുന്ന ദിവസമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് അടക്കമുള്ള മേഖല, തെക്കൻ മേഖലകളിലൊക്കെ എത്രമാത്രം ഒരുക്കങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്? പൂർത്തിയായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ കൂട്ടിക്കിഴിച്ചിലൊക്കെ നടത്തുന്ന സമയം കൂടിയാണ്. വിവരങ്ങൾ നൽകാം. സ്വാതി, യഥാർത്ഥത്തിലും കേരളം നാളെ അവരുടെ ജനവിധി രേഖപ്പെടുത്തുന്ന ദിവസമാണ്. മുന്നണികൾ കണക്കുകൂട്ടലുകളുമായി വളരെ സജീവമായി തന്നെ നിൽക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസം വലിയ സജീവമായ രീതിയിൽ തന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ അവർ വളരെ സജീവമായി വീടുകൾ കയറിയിറങ്ങി അങ്ങനെയുള്ള വോട്ടഭ്യർത്ഥന ഉൾപ്പെടെ നടത്തുന്നുണ്ട്. കണക്കുകൂട്ടലുകളിലെയും ഈ പറയുന്ന കണക്കുകളൊക്കെ പരിശോധിക്കുകയാണ് മുന്നണികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തലസ്ഥാനം ആര് പിടിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ജില്ലയായി വേണമെങ്കിൽ തിരുവനന്തപുരത്ത് കണക്കാക്കാം. കാരണം തലസ്ഥാനം പിടിച്ചാൽ സംസ്ഥാനം പിടിച്ചു എന്ന ചൊല്ല് തന്നെ ഉണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തെ നിലവിലെ 14 സീറ്റുകളാണ് LDF-ന്, ഒരു സീറ്റ് UDF-നുമുണ്ട്. ഇതിൽ കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാമെന്ന് UDF കണക്ക് കൂട്ടുന്നു. അതിനവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പറയുന്ന നാടാർ സമുദായത്തിൻ്റെ അവരുടെ ഈ പറയുന്ന സെക്രട്ടറി ആയിട്ടുള്ള പ്രവീണിനെ ഈ കന്യാകുമാരി ജില്ലയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. അതിലൂടെ പാറശാല, നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ കാട്ടാക്കട, അരുവിക്കര ഉൾപ്പെടെ കോവളത്തിൻ്റെ ഒരു ഭാഗം, ഇത്തരം ഈ പ്രധാനപ്പെട്ട 5 മണ്ഡലങ്ങളിൽ വലിയ തരത്തിൽ നാടാർ വോട്ടുള്ളൂ. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് UDF ലക്ഷ്യമിടുന്നത്. അതുകൂടാതെ തന്നെ തിരുവനന്തപുരം സെൻട്രലിലും അവർ വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതേസമയം LDF ആയിക്കോട്ടെ, LDF-ഉം വലിയ ഒരു തിരിച്ചടി തിരുവനന്തപുരം ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJP-യുടെ കാര്യമാണ്. BJP നമുക്കറിയാം, BJP-ക്ക് സംസ്ഥാനത്തൊട്ടാകെയുള്ള A+ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ A+ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരത്താണ്. 5 അവർക്ക് വിജയപ്രതീക്ഷയുണ്ട്. ഇവിടെ നേമത്ത് ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം, നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് വലിയ വിജയസാധ്യത തന്നെയാണ് ഉള്ളത്. നമ്മുടെ കണക്കുകൂട്ടലിലും രാജീവ് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ 29,000-ഓളം വരുന്ന മുസ്ലിം വോട്ടുകളാണ്. അതൊരു കൺസോളിഡേറ്റ് ചെയ്ത് ആരിലേക്ക് പോകും? അത് ശിവൻകുട്ടിയിലേക്ക് പോയാൽ ശിവൻകുട്ടിക്ക് കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു നേരിയ മാർജിനിലെ ഒരു ജയം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിനാഥനും സജീവമായ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് അല്ലെങ്കിൽ പ്രചാരണങ്ങളാണ് അദ്ദേഹം നടത്തി. അദ്ദേഹത്തെ നമുക്ക് തള്ളിക്കളയാൻ ഒരു തരത്തിലും കഴിയില്ല. അങ്ങനെയുള്ള നിയമമുണ്ട്. വളരെ ശക്തമായ മത്സരം LDF-ഉം NDA-യും നേർക്ക് നിൽക്കുന്ന ഈ പറയുന്ന കഴക്കൂട്ടം മണ്ഡലമുണ്ട്. വട്ടിയൂർക്കാവ് പോലെ K മുരളീധരനും R ശ്രീലേഖയും VK പ്രശാന്തും മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷയാണ് തിരുവനന്തപുരത്ത് 3 മുന്നണികളും കാണുന്നതെങ്കിൽ കൊല്ലത്ത് ഈ ഇടത് കോട്ടയാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ അത് UDF-ലേക്ക് പോയിട്ടുള്ളത്. ഇത്തവണയും സമാനമായ രീതിയിൽ മണ്ഡലങ്ങളെല്ലാം നിലനിർത്താൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. ഈ ചവറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനാണ് UDF-ന് നീക്കം. പത്തനാപുരം അട്ടിമറി ഉണ്ടാകും എന്ന് UDF അവകാശപ്പെടുന്നുമുണ്ട്. അങ്ങനെ പക്ഷേ എത്ര അട്ടിമറികൾക്കപ്പുറത്തേക്കും ഒരു ഇടൻ സ്വഭാവം കൊല്ലത്ത് പോകില്ല എന്നുള്ള ഒരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പത്തനംതിട്ടയിൽ നിലവിലെ 5 മണ്ഡലങ്ങളും ഇപ്പോൾ LDF-ന് ഒപ്പമാണ് ഉള്ളത്. അവിടെ ആറന്മുള വീണ ജോർജിനെതിരെ അബിൻ വർക്കി എത്തുന്നു. അവിടെ വലിയൊരു വിജയപ്രതീക്ഷ അല്ലെങ്കിൽ അട്ടിമറി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്
ഇപ്പോൾ UDF ക്യാമ്പ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. വളരെ മികച്ച രീതിയിൽ തന്നെ LDF ജയിക്കും എന്ന് പറയുന്നു. ആറന്മുള മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവല്ലയിലെ കാര്യം നോക്കിയാൽ അനൂപ് ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം, മോദി അടക്കം എത്തിയ പ്രചണ്ഡ പ്രചാരണങ്ങൾ, അങ്ങനെ വളരെ സജീവമായ ഈ 5, 11, 14 സീറ്റുകൾ വരുന്ന തെക്കൻ മേഖല ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആര് കേരളം ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് തെക്കൻ വോട്ടൊഴുക്ക് എങ്ങോട്ടായിരിക്കും എന്നുള്ളത് ആശ്രയിച്ചായിരിക്കും. സ്വാതി. ശരി അനു, എന്തായാലും അനു സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനം ആര് ഭരിക്കും എന്നുള്ളത് അനുസരിച്ചിരിക്കും സംസ്ഥാനം ആര് ഭരിക്കും എന്നുള്ളതാണ്. പഴയ കണക്കുകളൊക്കെ അത്തരത്തിലാണ്. ഇനിയുള്ള കണക്കുകൾ ഏത് രീതിയിലാണെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇനി നമുക്ക് മധ്യ കേരളത്തിലേക്ക് വരാം. കൊച്ചിയിൽ നിന്നും സൈഫുന്നീസ ചേരുകയാണ്. സൈഫുന്നീസ, ഇന്നലെ നമ്മൾ കണ്ടതാണ്, വലിയ തരത്തിലുള്ള കൊട്ടിക്കലാശം ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കൊച്ചിയിലടക്കം എറണാകുളത്തടക്കം ഉണ്ടായിരുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും എത്തും. അപ്പോൾ എത്രമാത്രം വിപുലമാണ് ഈ വോട്ടെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ, അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഈ ഒരു സമയത്തെല്ലാം പൂർണ്ണമായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ മുന്നണികളൊക്കെ UDF വലിയ തരത്തിൽ നേട്ടം ലക്ഷ്യം കാണുന്ന സ്ഥലം കൂടിയാണ് കൊച്ചി അടക്കം. UDF നേതാക്കളടക്കം പറഞ്ഞത് മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ തങ്ങൾ സേഫ് ആകും എന്നുള്ളതാണ്. അപ്പോൾ മുന്നണികളുടെയൊക്കെ ഈ ഒരു സമയത്തെ പ്രതീക്ഷകളൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി, കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 13 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ശരിക്കും പറഞ്ഞാൽ 12 മണിക്കൂറേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അവസാന നിമിഷം പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് മുന്നണികളെല്ലാം തന്നെ. ഭവന സന്ദർശനമായും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായും അതല്ലാതെ വ്യക്തിബന്ധങ്ങളെല്ലാം തന്നെ കാണുകയും വോട്ടുകൾ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. മധ്യ കേരളത്തെ സംബന്ധിച്ചോളം നമ്മളെപ്പോഴും പറയുന്നതാണ്, മധ്യ കേരളത്തിന്റെ മനസ്സ് പോലെയാണ് ഭരണത്തിലേറുന്നവർ എത്തുക എന്നുള്ളതാണ്. എന്തായാലും 50 സീറ്റുകളാണ് മധ്യ കേരളത്തിലുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്ക് വെച്ച് പരിശോധിച്ചാൽ ഇതിൽ 35 ഇടത്തും LDF ആയിരുന്നു. 15 ഇടത്ത് മാത്രമാണ് UDF നേട്ടം കൊയ്യാൻ ആയത്. പക്ഷേ ഇത്തവണ UDF ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയ രീതിയിൽ UDF അനുകൂലമായ ഒരു തരംഗം മധ്യ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ അവർ പ്രധാനമായും ലക്ഷ്യവെക്കുന്നത് ആലപ്പുഴയിൽ പ്രധാനമായും G. സുധാകരൻ UDF ക്യാമ്പിലേക്ക് എത്തിയതാണ്. അമ്പലപ്പുഴയിൽ ഉണ്ടായ ആ ഒരു മാറ്റം അത് മൊത്തത്തിൽ ഈ മധ്യ കേരളത്തിൽ മുഴുവൻ അലയടിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലും UDF അനുകൂലമായ വലിയ തരംഗം ഉണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷ. 35 സീറ്റാണ് കഴിഞ്ഞ തവണ LDF മധ്യ കേരളത്തിൽ നിന്ന് മൊത്തം നേടിയതെങ്കിൽ ഇത്തവണ 28 മുതൽ 35 സീറ്റ് വരെ UDF മുന്നിൽ കാണുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 30 സീറ്റെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ UDF നില മെച്ചപ്പെടുത്താൻ വലിയ രീതിയിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ രീതിയിലും തൃശ്ശൂർ വോട്ടുകൾ കിട്ടുമെന്നാണ് UDF പ്രതീക്ഷ. പക്ഷേ LDF നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ലഭിച്ച 35 സീറ്റിൽ നിന്ന് ഒരു 4 or 6 സീറ്റുകൾ കുറഞ്ഞാൽ പോലും 30 സീറ്റിന് താഴേക്ക് പോകില്ല എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ. നേരത്തെ അമ്പലപ്പുഴയിൽ G. സുധാകരൻ UDF ക്യാമ്പിലേക്ക് പോയത് വലിയ രീതിയിൽ ഒരു ഷോക്കായിരുന്നു LDF-നെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണങ്ങൾ കൊണ്ട് LDF സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് CPM ക്യാമ്പ് അടക്കം പറയുകയും ചെയ്യുന്നത്. നേരത്തെ മുതൽ ഈ ജോസ് കെ മാണി വിഭാഗം, അതായത് കേരള കോൺഗ്രസ് LDF-നൊപ്പം നിൽക്കുന്നത് കഴിഞ്ഞ തവണയാണെങ്കിലും അതിനു മുമ്പൊക്കെ ആണെങ്കിൽ പോലും LDF വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അത് ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും എറണാകുളത്തെ കാര്യം എത്തുകയാണെങ്കിൽ പോലും എറണാകുളത്താണെങ്കിലും 14 സീറ്റുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ 9 സീറ്റാണ് കഴിഞ്ഞ തവണ UDF കിട്ടിയത്. ബാക്കി 5 സീറ്റാണ് LDF കിട്ടിയത്. അതിൽ 1-2 സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പോലും 3 സീറ്റുകളിൽ കുറയാതെ എറണാകുളത്ത് കിട്ടുമെന്നുള്ളതാണ് LDF ഒരു പ്രതീക്ഷ. ആ രീതിയിൽ ഒരു 30 സീറ്റ് എങ്കിലും കിട്ടിയാൽ പോലും ഇത്തവണ ഭരണം ഇനി കോഴിക്കോടേക്ക് പോകാം. അവിടെ പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, നേരത്തെ VS അനു പറഞ്ഞത് തലസ്ഥാനം പിടിക്കുന്നവരാകും സംസ്ഥാന ഭരണം എന്ന് ആണ്. അങ്ങനെ ഒരു വെപ്പുണ്ട് എന്ന് പറയുന്നു. സൈഫുന്നീസ പറയുന്നു മധ്യ കേരളത്തിന്റെ മനസ്സിനൊപ്പമായിരിക്കും കേരള ഭരണം എന്നുള്ളത്. പക്ഷേ മലബാറിലും വലിയ തരത്തിലുള്ള പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടെയാണ് ജനവിധി തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായതിൽ പലതും ആ പ്രദേശങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയും വളരെയധികമാണ്. അതുകൊണ്ട് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഈ ഒരു സമയത്ത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്?
സ്വാതി, ഈ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തോൽവിയും പരാജയവും എല്ലാം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഒന്ന്, കണ്ണൂർ ജില്ലയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ചട്ടക്കൂടുണ്ട് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും എല്ലാവരും കാത്തിരിക്കുന്ന മത്സരങ്ങൾ നടക്കുന്നത്. ഒന്ന് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമാണ് നടക്കുന്നത്. തളിപ്പറമ്പിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UDF-ലേക്ക് വരുന്നു. പയ്യന്നൂരിലും CPM നേതാവ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പേരാവൂരിലാണെങ്കിൽ KPCC പ്രസിഡന്റിനെതിരെ KK ശൈലജ മത്സരിക്കുന്നു. അവരെ ഒരു സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകുന്നതിന് പകരം കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലത്തിലേക്ക് മാറ്റി എന്നുള്ള പരാതികൾ നിലനിൽക്കുന്നു. അപ്പോൾ ആ മണ്ഡലങ്ങളെല്ലാം തന്നെ അതിശക്തമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് മറ്റൊന്ന്, K സുധാകരൻ കോൺഗ്രസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തി അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അല്ലെങ്കിൽ വിജയത്തെ ബാധിക്കുമോ എന്നുള്ളതും കണ്ണൂരിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് പാലക്കാട് വോട്ടിന് പണം എന്നതാണ്. ശോഭാ സുരേന്ദ്രൻ അവരുടെ അനുയായിയെ കൊണ്ട് ഒരു വോട്ടർക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അതിന്റെ തെളിവുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു. വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പാലക്കാടും മഞ്ചേശ്വരത്തും BJPക്ക് വിജയസാധ്യതയുണ്ട് എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ വോട്ടിന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കൂടുതൽ തെളിവുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് BJPയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അവരിത് പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ തോതിലുള്ള തെളിവുകൾ തന്നെയാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.